റേഷൻ ഡോക്ടർ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ പറഞ്ഞു വെച്ചാൽ ഒരുപാട് നല്ല വ്യത്യസ്തമായിട്ടുള്ള സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മമ്മൂക്കയുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന ഒരു സ്ക്രിപ്റ്റാണ് ബസുക്കയുടെ. അതായത് ഡിനോ ഡെന്നീസ് കൊണ്ടുവന്ന ഒരു സ്ക്രിപ്റ്റ്. സ്വാഭാവികമായിട്ടും ഡിനോ ഡെന്നീസ് ഒരു താരതമ്യേന പുതിയ ആളായതുകൊണ്ട് മമ്മൂക്കയ്ക്ക് ആ ഒരു സിനിമയിൽ ഉള്ള പ്രതീക്ഷ, അതായത് ശരിക്കും ആ സിനിമയുടെ കഥ കേൾക്കുന്നതിനും വരെ മമ്മൂക്കയ്ക്ക് എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് അറിയില്ലായിരുന്നു. പക്ഷേ ആ കഥ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യത്തെ ഒരു ഗെയിം ത്രില്ലർ എന്ന് പറയുന്ന ഗണത്തിൽപ്പെടുത്താവുന്ന ഒരു സിനിമയാണ് ബസുക്ക എന്നാണ് മമ്മൂക്കയ്ക്കും അതുപോലെ അതിൻ്റെ മറ്റ് അണിയറ പ്രവർത്തകർക്കും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ചിട്ടും അത്തരത്തിലുള്ളൊരു സിനിമയാണ് ഒരു ഗെയിം ത്രില്ലർ. അതായത് അധികം ഗെയിം ത്രില്ലർ എന്ന് പറയുന്ന ഗണത്തിൽപ്പെട്ടിട്ടുള്ള സിനിമകൾ മലയാള സിനിമയെ സ്നേഹിക്കുന്ന ആൾക്കാർ കണ്ട് ശീലിച്ചിട്ടില്ലെങ്കിലും ഇതൊരു അതായത് ഇത്തരത്തിലുള്ളൊരു സബ്ജക്റ്റ് വളരെ പുതുമയാവും. പിന്നെ ഇതിൻ്റെ ഒരു ക്യാപ്ഷൻ എന്ന് പറയുന്നത്, അതായത് ഈ ബസുക്ക എന്ന് പറയുന്ന സിനിമയുടെ റിലീസ് ഇതിനകം പല പ്രാവശ്യം തീരുമാനിച്ചിട്ടുണ്ട്. അതായത് ബസുക്ക റിലീസ് ചെയ്യുമെന്ന് ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിക്കുന്നതിന് മുമ്പ് തന്നെ മാധ്യമങ്ങൾ പല പ്രാവശ്യം പല ഡേറ്റുകൾ അതിന് കൊടുത്തിട്ടുണ്ട്. പിന്നീട് പല ആൾക്കാരും പറഞ്ഞ് അതിൻ്റെ ഷൂട്ട് നീണ്ടു പോകുന്നത് ഗൗതം വാസുദേവ മേനോൻ അദ്ദേഹത്തിൻ്റെ ഒരു തമിഴ് സിനിമയുമായി ബന്ധപ്പെട്ട് ധ്രുവനക്ഷത്രം എന്ന് പറയുന്ന സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള തിരക്ക് മൂലം അദ്ദേഹത്തിൻ്റെ ഭാഗങ്ങൾ അദ്ദേഹം പൂർത്തിയാക്കാത്തത് കൊണ്ടാണ് ഈ സിനിമ നീണ്ടു പോകുന്നതെന്ന്. പക്ഷേ എന്ത് തന്നെ ആയാലും പിന്നീട് ഇതിൻ്റെ ഒരു ടീസർ പുറത്തിറങ്ങുകയും ട്രെയിലർ റിലീസ് ചെയ്തില്ലെങ്കിൽ പോലും ഈ വരുന്ന ഫെബ്രുവരി 14 അതിൻ്റെ ഒരു റിലീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പം വീണ്ടും അതായത് ചില കാര്യങ്ങൾ പൂർത്തിയാകാനുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അതിൻ്റെ ഒരു റിലീസ് നീട്ടിവെക്കുന്നതായിട്ടുള്ള, അതായത് ഫെബ്രുവരി 14 മറ്റൊരു ഡേറ്റിലേക്ക് പോകുന്നതായിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഫെബ്രുവരി 14 കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തോന്നുന്നു മാർച്ചിൽ റിലീസ് ചെയ്യാൻ സാധ്യതയില്ല. ഒരു പക്ഷേ ചിലപ്പം ഏപ്രിലിൽ മമ്മൂക്കയുടെ ഒരു സിനിമയായിട്ടായിരിക്കും. ഇപ്പം മമ്മൂട്ടി കമ്പനിയുടെ തന്നെ 7ാമത്തെ സിനിമ എനിക്ക് തോന്നുന്നു ഏപ്രിൽ മെയ് മാസത്തിലൊരു റിലീസ് ഉദ്ദേശിച്ച് വെച്ചിരിക്കുന്ന സിനിമ തന്നെയാണ് അതും. പക്ഷേ എനിക്ക് തോന്നുന്നു ബസൂക്ക ഒരു പക്ഷേ ചിലപ്പോൾ ഏപ്രിലേക്ക് മാറിപ്പോകാൻ സാധ്യതയുണ്ട്. പിന്നെ ചില മമ്മൂക്കയുടെ വിരുദ്ധ ഹെയ്റ്റേഴ്സ് ആയിട്ടുള്ള ചില മറ്റ് ഫാൻസുകാർക്കുള്ള ഒരു സംശയമാണ് ഈ സിനിമ ഇങ്ങനെ നീട്ടിപ്പോകുമ്പോഴത്തേക്ക് ഈ സിനിമയുടെ കഥയ്ക്കകത്തോ തിരക്കഥയ്ക്കകത്തോ അല്ലെങ്കിൽ ഈ സിനിമ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കാത്ത, അതായത് ഏറ്റവും മികച്ച രീതിയിൽ എത്തിച്ച് ഒരു വലിയ വിജയം നേടാൻ സാധിക്കാത്ത ഒരു സിനിമയായതുകൊണ്ടാണോ ഇതിൻ്റെ റിലീസ് നീണ്ടുപോകുന്നത് എന്നൊക്കെ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും അല്ലാതെ വ്യക്തിപരമായിട്ട് എനിക്ക് പരിചയമുള്ള സുഹൃത്തുക്കളുടെ ഇടയിലായാലും ഇത്തരത്തിൽ കുറേ ആൾക്കാർ സംസാരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഇപ്പം ഞാൻ അതിനെ അധികം തിരുത്താറില്ല. കാര്യം തിരുത്താത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആ ഒരു പ്രതീക്ഷ തന്നെ ഇരുന്നോട്ടെ. കാര്യം നമുക്കറിയാം ഇപ്പം മമ്മൂക്കയും അല്ലെങ്കിൽ ഡിനോ ഡെന്നീസും കൂടെ ഒന്നിക്കുമ്പോൾ ഡിനോ ഡെന്നീസിനെ പോലുള്ള ഒരു പുതുമുഖം മമ്മൂക്കയുടെ അടുത്തൊരു കഥയുമായി വരുമ്പം അതും ഡിനോ ഡെന്നീസിനെ തന്നെ മമ്മൂക്ക ഒരു സംവിധാനം കൂടെ ഏൽപ്പിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സിനിമ എത്രമാത്രം ഭംഗിയായിരിക്കും അല്ലെങ്കിൽ ഭംഗിയാക്കാൻ ഡിനോ ഡെന്നീസിന് സാധിക്കുമെന്ന് മമ്മൂക്കയ്ക്ക് ഉറപ്പുണ്ടോണ്ട് മാത്രം, അല്ലെങ്കിൽ ഒരു പക്ഷേ മറ്റൊരു ഡയറക്ടറിലേക്ക് മമ്മൂക്ക ആ സിനിമ കൈമാറിയനായിരുന്നു. കാര്യം അങ്ങനെ ഉണ്ടെങ്കിൽ ഡിനോ ഡെന്നീസിനെ സംബന്ധിച്ചിടത്തോളം ഡിനോ ഡെന്നീസിന് ഒരു ഡയറക്ടർ ആവണമെന്നുള്ള യാതൊരുവിധ ആഗ്രഹത്തോടുകൂടിയല്ല മമ്മൂക്കയുടെ അടുത്തേക്ക് വന്നത്. അപ്പം ഏത് രീതിയിൽ നമ്മൾ നോക്കിയാലും ബസുക്ക എന്ന് പറയുന്ന സിനിമ ഏറ്റവും വലിയൊരു വിജയമായി തീരാൻ സാധ്യതയുള്ള സിനിമ. പക്ഷേ ഞാൻ മുമ്പേ പറഞ്ഞ കണക്ക് ഇത് അതിനെ വളരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളുമായിട്ട് ആൾക്കാർ വരുമ്പം, പ്രത്യേകിച്ച് റിലീസ് മാറ്റിവെച്ച് പോകുന്ന എല്ലാ സിനിമയ്ക്കും പ്രത്യേകിച്ച് അല്ലെ തന്നെ മമ്മൂക്ക സിനിമകൾക്കൊക്കെ എല്ലാം സ്വാഭാവികമായിട്ടുള്ള രീതിയിലാണ്, അത് സാധാരണ രീതിയാണ് ആൾക്കാർക്ക് അടുത്ത വിമർശനങ്ങളുമായിട്ട് മമ്മൂക്കയുടെ സിനിമയ്ക്ക് നേരെ വരാറുള്ളത്. പക്ഷേ എന്തു തന്നെ ആയാലും ഈ ബസുക്ക എന്ന് പറയുന്ന സിനിമ മമ്മൂക്കയുടെ പ്രേക്ഷകരെ, മമ്മൂക്കയുടെ സിനിമയെ സ്നേഹിക്കുന്ന, പ്രത്യേകിച്ച് മമ്മൂക്കയെ സ്നേഹിക്കുന്ന പ്രേക്ഷകരുടെ ഇടയിൽ വളരെയേറെ പ്രതീക്ഷ നൽകുന്ന ഒരു സിനിമ തന്നെയാണ് ബസുക്ക. കാര്യം മമ്മൂക്കയും ഇപ്പം ഗൗതം വാസുദേവ മേനോനൊക്കെ ഒന്നിക്കുന്ന കാര്യം മമ്മൂക്ക ആ ടീസർ ചെയ്യുന്നത് തന്നെ നമുക്കറിയാം. മമ്മൂക്കയുടെ ക്യാരക്ടറും അല്ലെങ്കിൽ മമ്മൂക്കയുടെ സംഭാഷണങ്ങളും ഇപ്പോൾ ഗൗതം വാസുദേവ മേനോൻ ചോദിക്കുന്നതിന് മമ്മൂക്ക പറയുന്ന മറുപടികളും ഒക്കെ നമ്മൾ അതിൻ്റെ ഒരു ടീസറിൽ തന്നെ കണ്ട് ഏറ്റവും സ്റ്റൈലിഷ് ആയിട്ട് തന്നെയാണ് അതിൻ്റെ ബസുക്ക ഒരുക്കിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പം ഈ സിനിമയ്ക്കൊക്കെ റിലീസിന് മുമ്പ് തന്നെ ഇപ്പോൾ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സൺ എന്ന് പറയുന്ന സിനിമയുടെ റിലീസിന് മുമ്പ് തന്നെ പല ഓൺലൈൻ പോളുകളിലും ഞാൻ നോക്കുമ്പം ബസുക്കയാണോ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് ആണോ പ്രേക്ഷകരെ കാണാൻ കാത്തിരിക്കുന്നതെന്നുള്ള ഒരുപാട് ഓൺലൈൻ മാധ്യമങ്ങളുടെ ഒരു പോള് സംഘടിപ്പിക്കുന്ന സമയത്ത് ഏതാണ്ടൊരു 75-25 എന്നുള്ള രീതിയിലാണ് പലയിടത്തും ബസുക്ക. അതായത് ശരിക്കും ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന് പറയുന്ന സിനിമയുടെ ഇരട്ടിയിൽ കൂടുതൽ പ്രേക്ഷകരെ കാണാൻ ആഗ്രഹിക്കുന്ന സിനിമ എന്ന് പറയുന്നത് ബസുക്ക തന്നെയാണ്. കാര്യം അതിനകത്ത് എന്തൊക്കെയോ ഉണ്ട് എന്ന് ഓരോ പ്രേക്ഷകനും പ്രതീക്ഷിക്കുന്നുണ്ട്. ഏതായാലും പ്രേക്ഷകന്റെ പ്രതീക്ഷയ്ക്കനുസരിച്ച് ഒരു വലിയ രീതിയിലുള്ള സിനിമയായി മാറട്ടെ ബസുക്ക. എത്രയും പെട്ടെന്ന് തിയേറ്ററിലേക്ക് എത്തട്ടെ. താങ്ക് യു.